നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വച്ഛ ഭാരതിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ പല സമയത്തും നടന്നു വരാറുണ്ട്. പക്ഷേ രാജ്യത്തിനെ കുറിച്ച് ചർച്ചകൾ നടന്നു വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെയും ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് ഭാവനകളിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തി തീർക്കുവാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കുമ്പോഴും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ രാജ്യത്തിനെ വിഘടിപ്പിച്ച് നിർത്താൻ തന്നെയാണ് പല രാഷ്ട്രീയക്കാരും താല്പര്യപ്പെടുന്നത്. സെക്യുലറിസം എന്ന ഒരു പദം നമ്മുടെ രാഷ്ട്രീയക്കാരുടെ നാവുകളിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ഒന്നാണ്. ആ പദം നമ്മളോട് പറയുമ്പോൾ ഇന്ത്യ എല്ലാം ഒന്നാണ്, ഇന്ത്യയിലെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുന്ന ആ അവസ്ഥ, ആ രീതി അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ സെക്യുലറായ ജനത്തിനെ മൈനോറിറ്റിയും മെജോറിറ്റിയുമായി മാറ്റിക്കാണിക്കുവാനുള്ള ഒരു താല്പര്യവും ഈ രാഷ്ട്രീയക്കാർ ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ചർച്ചകൾ നടക്കുവാറുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയക്കാർ തന്നെ പിന്നീട് ഈ രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങളെ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ എന്നൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പതിവ് രീതിയുമുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു മറ്റൊരു രീതിയും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ നമ്മളോട് സംവദിക്കുന്നത് അങ്ങനെയാണ്. തമിഴനായും മലയാളിയായും ഞങ്ങൾ കേരളീയരാണ്, ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതി നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ഇല്ലേ എന്ന് നമ്മൾ വ്യക്തമായി നോക്കണം. അത് ഏത് പക്ഷ രാഷ്ട്രീയക്കാർക്കാണ്. എപ്പോഴും ഒരു രാഷ്ട്രീയത്തിൻ്റെ മോഡൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ സെക്യുലറാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ മതമില്ല ജാതിയില്ല എന്ന് പറയുമ്പോൾ സെക്യുലർ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റിയും മെജോറിറ്റിയുമായി വിഭജിക്കുന്ന ഈ രാഷ്ട്രീയക്കാർ പിന്നാമ്പുറങ്ങളിൽ പോയി ഞങ്ങൾ എല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് പിന്നാമ്പുറങ്ങളിൽ പോയി അന്തഛിദ്രത്തിന് തിരികൊളുത്തുകയാണ്. അവർ ഭാഷയുടെ അടിസ്ഥാനത്തിലും ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ ഭാരതത്തിനെ വിഭജിച്ച് കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത ഇടയ്ക്ക് നടന്ന ഒരു ഡിബേറ്റ്. അതിൽ പങ്കെടുത്തത് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയും അസറുദ്ദീൻ ഒവൈസിയുമാണ്. അത് മോഡറേറ്റ് ചെയ്ത് സൈദ് ദീപക് എന്ന ഒരു ചെറുപ്പക്കാരനായ അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഒരു മികച്ച വാഗ്മിയും പ്രഭാഷകനുമൊക്കെയാണ്. അദ്ദേഹം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചർച്ചയുടെ ഇടവേളയിൽ ഒവൈസി എന്തോ പറഞ്ഞ ഒരു അവസരത്തിൽ അദ്ദേഹം നമ്മളെല്ലാവരും സുബ്രഹ്മണ്യ സ്വാമിയും ഒവൈസി ഹൈദരാബാദുകാരനാണ്, സുബ്രഹ്മണ്യ സ്വാമിയും സൈദ് ദീപക്കും നമ്മളെല്ലാവരും സൗത്ത് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് സൈദ് ദീപക്കിനോട് സൗത്ത് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയാണ് ഏറ്റവും രസകരമായ മറുപടി. അദ്ദേഹം പറയുന്നത്, സൈദ് ദീപക് പറഞ്ഞു, താങ്കളൊരു സൗത്ത് ഇന്ത്യക്കാരനാണ് എന്ന ഒവൈസിയുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഐ എം നോട്ട് എ സൗത്ത് ഇന്ത്യൻ. സ്പെസിഫിക്കലി ഐ എം നോട്ട് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം പറയുന്നു, ഐ എം ആൻ ഇന്ത്യൻ ഫ്രം സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ. പ്രത്യക്ഷത്തിൽ ഇത് രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് തോന്നാം. ഐ എം എ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളൊരു ഭാഷ. ഇല്ലെങ്കിൽ സൈദ് ദീപക് അത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഐ എം എൻ ഇന്ത്യൻ ഫസ്റ്റ്, ഞാൻ ഇന്ത്യക്കാരനാണ് ഫ്രം സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഞാൻ സൗത്ത് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു നിർത്തുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. മറ്റത് സൗത്ത് ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം അവിടെ വരുന്നില്ല. ഞാൻ ഇന്ത്യക്കാരനാണ് എന്നല്ല പറയുന്നത്, ഞാൻ സൗത്ത് ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നു. അമേരിക്കക്കാരൻ ഞാൻ അമേരിക്കക്കാരനാണ് എന്ന് പറയുന്നു. നോർത്ത് അമേരിക്കക്കാരനാണോ സൗത്ത് അമേരിക്കക്കാരനാണോ സെൻട്രൽ അമേരിക്കക്കാരനാണോ എന്ന് അവർ പറയുന്നില്ല. പാകിസ്ഥാൻകാരനാണെന്ന് പറയും. അതേപോലെ തന്നെ സൈദ് ദീപക് ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചത് രാഷ്ട്രീയക്കാർക്കുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. ഐ ആം എൻ ഇന്ത്യൻ ഫസ്റ്റ്. അതിന് കഴിഞ്ഞ ശേഷം മാത്രമേ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഉള്ളൂ. ഞാൻ ഐ ആം എൻ ഇന്ത്യൻ ഫ്രം ദ സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സൈദ് ദീപക് പറഞ്ഞത്. ഈ ഒരു മെസ്സേജ് കൃത്യമായും രാഷ്ട്രീയക്കാർക്ക് എത്തണം. എന്തുകൊണ്ടെന്നാൽ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെല്ലാം ഒന്നാണ്, ഞങ്ങൾ സെക്യുലറാണ് എന്ന് പറയുന്ന വ്യക്തികൾ തന്നെയാണ് ഭാഷയുടെ പേരിലും ഈ രാജ്യത്തിലെ വിവിധ ദേശങ്ങളുടെ പേരിലും ജനങ്ങളെ വിഘടിപ്പിച്ച് നിർത്തുവാനുള്ള പദപ്രയോഗങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഉള്ള കൃത്യമായ ഒരു താക്കീതും മെസ്സേജുമാണ് സൈദ് ദീപക് നൽകിയിരിക്കുന്നത്. താങ്ക് യു. ജയ് ഹിന്ദ്.